ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അടപ്രഥമൻ്റെ റെസിപ്പി നോക്കാം. പായസം വയ്ക്കാൻ വേണ്ടി ഒരു തേങ്ങ ഉടച്ച് നമുക്കത് തിരുകിയെടുക്കാം. തിരുകിയെടുത്ത തേങ്ങയെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നാം പാൽ എടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് രണ്ടാം പാലും കൂടി എടുക്കാം. കുറച്ച് വെള്ളം ഗ്യാസിൽ വെച്ച് നമുക്ക് 1/4 കപ്പ് ചവ്വരി കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് പായസത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഒരു കവർ അട പൊട്ടിച്ചിടാം. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഗ്യാസിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് അട ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. കുക്കായ അടയെ നമുക്ക് ഒരു അരിപ്പിലൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഈ അടയെ ഒന്നുകൂടി അതിലിട്ട് കഴുകിയെടുക്കാം. പായസം ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ഇട്ട് കൊടുക്കാം. അടയും ചവ്വരിയും നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ കുറുകി വരുമ്പോൾ 4-5 ഏലക്ക കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. മറ്റൊരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ കാഷ്യൂവും മുന്തിരിയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് റെഡിയായ പായസത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അടപ്രഥമൻ റെഡിയായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ.